ഹായ് ഗൈസ്, എല്ലാവർക്കും ടെസ്സ റോസ് വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായും ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നതും ഒപ്പം 4 മണിക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് എളുപ്പത്തിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതുമായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുടെ വീഡിയോയുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകൂടിയിട്ടുള്ളവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബ്രെഡും ഒരു മുട്ടയാണ്. മുട്ടയ്ക്ക് അകത്തേക്ക് ഒരു സവോളയോ ഉള്ളിയോ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ മുട്ടയുടെ സ്മെല്ല് മാറാനായിട്ട് ഞാൻ ഇത്തിരി കരിയാപ്പില അരിഞ്ഞുമാണ് ഇട്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതിലേക്ക് എന്ത് വേണേലും മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഒരു പാന് ചൂടാക്കാനായിട്ട് വെക്കുകയാണ്. പാൻ ചൂടായിട്ട് വരുമ്പോഴത്തേനും അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എണ്ണയോ നെയ്യോ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ നെയ്യില്ലാത്തത് കൊണ്ട് എണ്ണയാണ് ഉപയോഗിച്ചത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമ്മൾക്ക് ആ മുട്ടയുടെ മിശ്രിതം എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ മുട്ട പൊരിക്കുകയാണ്, സാധാരണ പൊരിക്കുന്ന പോലെ തന്നെ മുട്ട പൊരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കൊണ്ടാണ് മുട്ട ഒഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. മുട്ടയൊക്കെ ഒരു ഭാഗത്തോട്ട് ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. കാരണം സ്റ്റാൻഡല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഫോൺ തന്നെയാണ്. ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. നമ്മൾ സഹായിക്കാൻ ആരില്ല, ഇത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് കുറച്ചൊക്കെ കുഴപ്പങ്ങളുണ്ടാകും, അത് ക്ഷമിക്കുക എല്ലാവരും. അപ്പം നമ്മുടെ മുട്ട വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇപ്പം തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കുക, വൈകുന്നേരം മുമ്പേ ബ്രെഡ് വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് ആ മുട്ടയും ഇതോടെ ഇതായിട്ട് ചേർന്ന് നിന്നോളും. അല്ലെങ്കിൽ അത് രണ്ടും സെപ്പറേറ്റ് ആയി പോകും. ഇപ്പാണ് കൂട്ടി യോജിച്ച് നിന്നോളും. അതിനുവേണ്ടിയാണ് നമ്മൾ വേകുന്നതിന് മുമ്പ് നമ്മൾ അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുത്തത്. ഇടയ്ക്ക് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരു കൈ കൊണ്ട് തന്നെ പറ്റത്തില്ലല്ലോ, ഫോൺ ഒരു കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് രണ്ടുകൂടെ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ കട്ടാക്കിയായിരുന്നു. അങ്ങനെ നമ്മളത് വെന്തിട്ട് നമ്മളത് തിരിച്ചിടുകയാണ്. ബ്രെഡൊന്നും മൊരിഞ്ഞ് വരാനാണ്. നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും കുറേ കൂടെ നമുക്ക് ടേസ്റ്റ് കിട്ടും. ബ്രെഡും ഈ മുട്ടയോടെ വെച്ച് കഴിയുമ്പോഴത്തേനും ഇതിപ്പം കണ്ടോ, മുട്ട കവർ ചെയ്തിരിപ്പുണ്ട്. അതന്നേരം വേക്കുന്നതിന് മുമ്പേ വെച്ചുകൊണ്ടാണ് മുട്ട കവർ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ ഒരു പോരൊന്നുമില്ല. നമുക്കിതിപ്പം ഫുള്ളായിട്ട് കൊടുത്തില്ലെങ്കിലും കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ 4ആയിട്ട് മുറിച്ചിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് അവർ പെട്ടെന്ന് ഇനിയും വേണമെന്നും വന്ന് കഴിച്ചോളും. ഇവിടെ എങ്ങനെയാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അത് നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് കിട്ടണേ, മൊരിയണം. ബ്രെഡൂടൊക്കെ മൊരിഞ്ഞ് അതിൻ്റെ ആ മധുരവും പിന്നെ ആ മുട്ടയുടെ ആ രുചിയെല്ലാം ആയി കഴിയുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാകും. പിള്ളേരൊക്കെ പിന്നെയും വേണമെന്ന് പറഞ്ഞ് മേടിച്ച് വയ്ക്കാൻ. അത് മൊരിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി വരാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിച്ച് നല്ല രുചിയായി കാണും, മൊരിഞ്ഞിട്ടൊക്കെ. അപ്പം നമ്മൾ അങ്ങനെ സെറ്റായി വന്നതിന് നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഗൈസ്, നമ്മുടെ ബ്രെഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ടേസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കാൻ പോവുകയാണ്. ടെസ്സ ബേബി, ഇത് യുവർ ഫേവറേറ്റ് ഫുഡ്. എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യുന്നത്? ചൂടുണ്ടേ? എങ്ങനെയുണ്ട്? കൊള്ളാവോ? സൂപ്പറാണോ? ഇട്ടവായോ? ആഹാ, കഴിച്ചോ കേട്ടോ. അപ്പം നമ്മുടെ ഈ സ്നാക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.